ഇന്ന് ശ്രിയാൻ്റെ ആദ്യത്തെ വിഷുവാണ്. നമ്മൾ സേലം വീട്ടിലായതുകൊണ്ട് തന്നെ നമ്മൾ ചെറിയ രീതിയിലുള്ളൊരു കണിയാണ് ഒരുക്കിയത്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ വെച്ച് അവന് വേണ്ടി ഒരു കുഞ്ഞു കണി നമ്മൾ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അവനാണെങ്കിലും ആ സമയത്തേക്ക് എഴുന്നേറ്റു. എന്തൊക്കെയാണ് കണി വയ്ക്കാൻ ഉപയോഗിച്ചിട്ടുള്ളതെന്നൊക്കെ അവൻ കാര്യമായിട്ട് തന്നെ നോക്കുന്നുണ്ട്. പിന്നെ വിഷുവിന് നമുക്കറിയാം വളരെ പ്രധാനമായിട്ടുള്ള ഒന്ന് തന്നെയാണ് കൈനീട്ടം കിട്ടുക എന്നുള്ളത്. ശ്രിയാൻ അവൻ്റെ ആദ്യത്തെ കൈനീട്ടം വാങ്ങുന്നതാണ് കേട്ടോ. ആ കൈനീട്ടം കിട്ടിയതിന് ശേഷം അവൻ ഒരു ചിരി നമുക്ക് എല്ലാവർക്കും തരുന്നുണ്ട്. ഈ വിഷുവിന് ഞങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു കൈനീട്ടം എന്ന് വേണമെങ്കിൽ തന്നെ പറയാം ആ ഒരു ചിരി. പിന്നെ അവൻ്റെ പപ്പയും കൈനീട്ടം കൊടുക്കുന്നുണ്ട്. ഇന്ന് വിഷു ആണെങ്കിലും ഹോസ്പിറ്റൽ വർക്കിംഗ് ആണ് കേട്ടോ. അപ്പോൾ ഞാനിതാ പോയിട്ട് വന്നു. അപ്പോഴേക്കും ഞാനും പപ്പയും വിഷുസദ്യ കഴിക്കാൻ വേണ്ടിയിട്ട് ഇലയുടെ മുന്നിൽ എത്തിയിട്ടുണ്ട്. ഒരുപാട് വിഭവങ്ങളൊന്നും ഇല്ല, നമ്മൾ കുറച്ച് വിഭവങ്ങൾ മാത്രം വെച്ചിട്ടാണ് ഇന്നത്തെ ഈ ഒരു വിഷുസദ്യ ഒരുക്കിയിട്ടുള്ളത്. എന്തായാലും അവൻ്റെ നല്ല കുറച്ച് ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ തിരിച്ച് വരുന്ന വഴി കുറച്ച് പൂവൊക്കെ പൊട്ടിച്ചിട്ടാണ് വന്നിട്ടുള്ളത്. ഏട്ടൻ എന്നെ പിക്ക് ചെയ്യാൻ വന്നപ്പോൾ ഏട്ടനാണ് കേട്ടോ പൂവൊക്കെ പറിച്ചത്. പിന്നെ അവൻ്റെ ഫോട്ടോസൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. ഫോട്ടോസ് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യാം കേട്ടോ. പിന്നെ വിഷുവിൻ്റെ പ്രധാന കാര്യമായിട്ടുള്ള കമ്പിത്തിരി, പൂക്കുറ്റി, അതേപോലെ തന്നെ ചക്രം, അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ സേലത്ത് നിന്ന് തന്നെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് വാങ്ങി, പക്ഷെ നമ്മളെല്ലാം ഒന്നും കത്തിക്കുന്നില്ല. കുറച്ച് അവന് കാണാൻ അവനതെങ്ങനെ എൻജോയ് ചെയ്യുന്നു എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് കുറച്ചെണ്ണം മാത്രം നമ്മൾ കത്തിച്ചിട്ടുണ്ടായിരുന്നു. അവനിതെല്ലാം പുതിയ കാര്യങ്ങളായതുകൊണ്ട് തന്നെ അവൻ കാര്യമായിട്ട് തന്നെ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് നോക്കുന്നുണ്ടായിരുന്നു. അത്രയൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു വിഷു ദിവസത്തിൽ ഉണ്ടായത്. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെയും ശ്രിയാൻ്റെയും വക വിഷു ആശംസകൾ നേരുന്നു.